മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ചത് എന്തിനാന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞില്ലേ? ദിലീപ് രാഹുലൻ എന്ന പേരുള്ള SNC ലാവലിൻ കമ്പനിയുടെ അന്നത്തെ ഡയറക്ടറായിരുന്ന വ്യക്തി പിണറായി വിജയന്റെ മകന്റെ UK പഠനത്തിന് വേണ്ടിയിട്ട് ഹ്യൂജ് എമൗണ്ട് ഹാസ് ബീൻ ഗിവൺ ഫോർ ദ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റേഷൻ എന്നുള്ളതാണ് EDയുടെ നോട്ടീസിൽ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? എനിക്കും നിങ്ങൾക്കൊന്നും ഇതുപോലത്തെ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് മുതലാളിയോ നിങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും പൈസ തരാത്തത്? മകളാണെങ്കിൽ CMRL എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് മാസാമാസം കോടികൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പോവുക. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, അച്ഛൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്നുള്ളത്. അതേപോലെ മകൻ്റെ പേരിൽ ഇവർ ചെലവഴിക്കുക, അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, അന്നത്തെ വൈദ്യുത മന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്നുള്ളത്. ഇന്ത്യ രാജ്യത്ത് CBI കോടതി 35 തവണ മാറ്റിവെച്ച ഒരൊറ്റ കേസ് ഇന്ത്യ രാജ്യത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ഇന്ന് വരെ നിലവിലുള്ളൂ. അത് ലാവലിൻ കേസാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അത് നിങ്ങളുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ED ഏതെങ്കിലും ഒരു കേസിൽ ആർക്കെങ്കിലും ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ടീസ് കിട്ടിയിട്ടുള്ള ആൾ അവർക്ക് പ്രസൻ്റ് ആവുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ED വീണ്ടും ഒരു നോട്ടീസ് അയക്കും. അത് EDയുടെ ഒരു രീതിയാണ്. പക്ഷേ പിണറായി വിജയൻ്റെ മകന് മാത്രം ഒരു ED നോട്ടീസ് അയച്ച് അയാൾ ഹാജരായില്ല. പിന്നീട് അവർക്ക് നോട്ടീസും പോയിട്ടില്ല. അതുപോലെ അതുമായി സംബന്ധിച്ച വേറൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ആർക്കും സംശയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ ലാവലിൻ കേസിന് വേറൊരു ചരിത്രം കൂടിയുണ്ട്. 385 കോടി രൂപ കട്ടു എന്നുള്ളതില്ലേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളൂ. 355 കോടി രൂപ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 385 രൂപയെങ്കിലും ബാലൻസ് ആയിട്ട് കാണട്ടെ. ഈ ഒരു വിഷയം വിവാദമാവുന്ന സമയത്ത് ബാലൻസ് ആയിട്ടുണ്ടായിട്ടില്ല എന്നുള്ളൊരു ചരിത്ര സംഭവം കൂടി ഈ പറയുന്ന ലാവലിൻ കേസിനുണ്ട്. അങ്ങനെ വേറെ ഒന്നിനുമില്ല. പല അഴിമതികൾ, കേസുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് 1000 കോടിയിൽ നിന്ന് 100 കക്കുക, അല്ലെങ്കിൽ 1 ലക്ഷം കോടിയിൽ നിന്ന് 1000 കോടി കക്കുക, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയിൽ നിന്ന് 1000 രൂപ കക്കുക, അങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ടുള്ളൂ. ചിലവഴിച്ച പണത്തിൻ്റെ 100% പൈസയും നഷ്ടമായിട്ടുള്ള സംഗതികൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട്? ചിന്തിക്കുക, നിങ്ങളുടെ പിതാവ് ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണെന്നോ പഞ്ചായത്ത് മെമ്പറാണെന്നോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണെന്നോ MLA ആണെന്നൊക്കെ ഒന്ന് വിചാരിക്കുക. അയാളുടെ മകനായ നിങ്ങളുടെ കോളേജിലെ ഫീസ്, അതുപോലെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാസാമാസം ഒരു ഫിഗർ ഇങ്ങനെ വന്ന് വീഴുക, അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിലെന്തെങ്കിലും വൈരുദ്ധ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസികമായ തകരാറുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് അർത്ഥം. തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് തന്നെ ഇന്ന് വണ്ടിയിൽ പോയി കൊണ്ടുപോയി ചികിത്സിച്ചാൽ തീരാത്ത എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥമാക്കുന്നത്.